ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. ഇന്ന് നമ്മുടെ സംസാര വിഷയം ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ഖൈബർ യുദ്ധ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച മഹദിയാണ് സഫിയ ബിൻത് ഹുയൈ. അവർ ബനു നദീർ എന്ന ജൂത ഗോത്രത്തിലെ മെമ്പറായിരുന്നു, യഹൂദ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് സഫിയ ബിൻത് ഹുയൈ അൻ നദീരിയ എന്ന് പറയും. നദീരിയ അവർ ഖൈബറിലേക്ക് മാറിപ്പാർത്ത ജൂതഗോത്രമാണ്. മദീനയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് ഖൈബറിലേക്ക് മാറിപ്പാർത്ത ജൂതഗോത്രമാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഖൈബരിയ എന്ന് പറയും. ഖൈബരിയ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ലേവിയന്മാർ എന്ന് പറയുന്ന അസ്ബാത്തിൽ, ലേവിയന്മാർ എന്ന് പറയുന്ന സിബത്തിലെ സന്താന പരമ്പരയിൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് സഫിയ. അതുകൊണ്ട് അവർക്ക് ഹാറൂനിയ എന്ന് പറയും. ഹാറൂനിയ. അപ്പോൾ സഫിയ ബിൻത് ഹുയൈ അൻ നദീരിയ അൽ ഖൈബരിയ അൽ ഹാറൂനിയ റളിയല്ലാഹു തആല അൻഹ. സഫിയ ബിൻത് ഹുയൈ, അവരുടെ പിതാവ് ഹുയൈ ഇബ്നു അഖ്തബാണ്. ഹുയൈ ഇബ്നു അഖ്തബ് ഇബ്നു സഅയ. ആ പിതൃപരമ്പര ചെന്ന് മുട്ടുന്നത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. ഹാറൂൻ ഇബ്നു ഇമ്രാൻ, ഇബ്നു ബസ്ഹർ, ഇബ്നു ഖഹ്ഫ്, ഇബ്നു ലാവി, ഇബ്നു യാക്കൂബ്, ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിൻ്റെ മകൻ യാക്കൂബ്. യാക്കൂബിൻ്റെ സന്താന പരമ്പര അവർക്കാണ് എന്ത് പറയുക? ബനു ഇസ്രായേൽ എന്ന് പറയാം. ബനു ഇസ്രായേൽ. അസ്ബാത്ത് എന്ന് പറയും. അൽ അസ്ബാത്ത്. സിബത്ത് അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി എന്നർത്ഥം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് അസ്ബാത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരമക്കൾ അസ്ബാത്ത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 12 മക്കളാണ്. ആ 12 മക്കളിൽ ഒരാളാണ് ലാവി. ഈ ലാവിയിലേക്ക് ചേർത്താണ് ലേവ്യന്മാർ എന്ന് പറയുന്നവർ. ലേവ്യന്മാർ അവരുടെ പ്രത്യേകത, അവർ രാജാക്കന്മാരും ആയിരുന്നില്ല, അവർ പണ്ഡിതന്മാരായിരുന്നില്ല, അവർ കർഷകരായിരുന്നു. ലേവ്യന്മാരുടെ സന്താന പരമ്പര അതാണ്. ലാവി എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മകൻ്റെ സന്താന പരമ്പരയിലാണ് ആര് വരുന്നത്? ഹാറൂൻ ഇബ്നു ഇമ്രാൻ വരുന്നത്. മൂസ ഇബ്നു ഇമ്രാനൊക്കെ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ ഇബ്നു ഇമ്രാൻ, മൂസാൻ്റെ സഹോദരൻ ഹാറൂൻ ഇബ്നു ഇമ്രാൻ. ഈ ഹാറൂൻ്റെ സന്താന പരമ്പരയിലാണ് ആര്? സഫിയ റളിയല്ലാഹു തആല അൻഹ. ഹുയൈ ഇബ്നു അഖ്തബ്, ഇദ്ദേഹം ബനു നദീർ ജൂതഗോത്രത്തിൻ്റെ നേതാവാണ്. ഹുയൈ ഇബ്നു അഖ്തബും അയാളുടെ സഹോദരൻ അബുൽ യസർ ഇബ്നു അഖ്തബ്, രണ്ടുപേരും സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പയും ഉപ്പാൻ്റെ സഹോദരൻ അബുൽ യസറും. അവരൊക്കെ മദീനയിലായിരുന്നു. യസ്രിബിൽ, മദീനയിൽ ബനു നദീർ ജൂതഗോത്രം അറിയപ്പെട്ട ഗോത്രമായിരുന്നു, അവിടെയായിരുന്നു. പക്ഷെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിയിൽ വധിക്കുവാനുള്ള ഹീന ശ്രമങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്, ചതിയിൽ കൊല്ലാൻ. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭാഷണത്തിന് വേണ്ടി, ഒരു സുൽഹിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ബനു നദീർ പാർത്തിയിരുന്ന കോട്ടയുടെ അടുക്കലേക്ക് ചെന്നു. കോട്ട അറിയാലോ, അവർ കോട്ടയിലാണ് പാർക്കുക. അപ്പോൾ ആ കോട്ടയുടെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ സംസാരത്തിന് വേണ്ടിയുള്ള ആഗമനം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവർ കോട്ടക്കകത്ത് നിന്ന് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു കല്ല് ഉരുട്ടി മുകളിലിടാനാണ്. നബിയുടെ മേൽ ഒരു കല്ല് ഉരുട്ടിയിട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തായി? ആശ്വാസമായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹീന ശ്രമം അവർ നടത്തി മദീനയിൽ. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യുമായി ഇറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തടി സലാമത്താക്കി. അതിൽ പിന്നെയാണ് ഈ ഹുയൈ ഇബ്നു അഖ്തബിനെയും അതേപോലെ അബുൽ യസറിനെയും ബനു നദീർ ജൂതഗോത്രത്തെയും മദീനയിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്. അതാണ് സൂറത്ത് ഹശറിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന പിന്നെ ഹുവല്ലദീ അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് ലി അവ്വലിൽ ഹശർ എന്ന് തുടങ്ങി വായിക്കുന്ന ചരിത്രം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജ്റ വന്ന ദിവസം ഈ ഹുയയ്യും അബുൽ യസറും നബിയെ കാണാൻ വരുന്നുണ്ട്. രാവിലെ ചെന്നു എന്നാണ് നബിയെ കാണാൻ. സഫിയ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അത്. എന്നിട്ട് അവർ വൈകുന്നേരമാണ് മടങ്ങുന്നത്. അപ്പോൾ പോയ ഉഷാറൊന്നുമില്ല. വരുമ്പോൾ കാലൈനി കസലാലൈനി എന്നാണ് വരുമ്പോൾ വാരിച്ച കാൽവെപ്പുകളിൽ മടിയന്മാർ അലസത തുളുമ്പുന്ന മുഖത്തിലാണ് വരുന്നതെന്നാണ്. അങ്ങനെ സഫിയ പറയാണ്, സഫിയ വളരെ കൗതുകമുള്ളൊരു കുട്ടിയായിരുന്നു. അവരെപ്പോലും മുഖവിലേക്ക് എടുക്കാതെയാണ് ഇവരെന്ത് ചെയ്തത്, റൂമിൽ കയറിയത് എന്നാണ്. എന്നിട്ട് അവരെങ്ങനെ അടക്കം പറയണമെന്ന്, വാപ്പയും എളാപ്പയും അടക്കം പറയാണ്, അഹു നബിയാണോ വന്നത്, പ്രതീക്ഷിക്കുന്ന നബിയാണോ വന്നത് എന്നാണ് ചോദിക്കണത്. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ ഹുയൈനോട് അബുൽ യസർ ചോദിക്കുകയാണ്, മൗഖിഫു കമിൻഹു, മാ മൗഖിഫു കമിൻഹു, നിങ്ങളുടെ നിലപാട് എന്താണെന്ന്, നബിയാണ് എങ്കിൽ നിലപാട് എന്താണെന്ന്. അപ്പോൾ അന്ന് ഹുയൈ പറഞ്ഞത്, അദാവത്തുഹു വല്ലാഹി മാ ബഖീതു, ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ശത്രുവായിരിക്കും. ആരോട്? നബിയോട്. ആ ശത്രുത ഹുയൈൻ്റെ നേതൃത്വത്തിൽ ബനൂ നദീർ മദീനയിൽ പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അവസാനം അവരെ ഖൈബറിലേക്ക് നാട് കടത്തി. ഖൈബറിലേക്ക് നാട് കടത്തിയിട്ട് ഖൈബറിൽ ചെന്നിട്ട് ഇവർക്ക് പണി, ഖൈബർ ഫലഭൂയിഷ്ടാണ്, പലതുകൊണ്ടും ധന്യമാണ് അല്ലേ. ഖൈബറിൽ വിളയുന്ന കാരക്കകളുടെ പകുതി ഭാഗം അല്ലെങ്കിൽ വലിയൊരളവ് അറേബ്യൻ ഗോത്രങ്ങൾക്ക് നൽകാം എന്ന് ഹുയൈ ഇബ്നു അഖ്തബും ബനൂ നദീർ ജൂത ഗോത്രവും എഗ്രിയായി അറേബ്യൻ ഗോത്രങ്ങളോട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ ആക്രമിക്കാൻ. അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബിൻ്റെയും ഖൈബറിലെ ജൂതന്മാരുടെയും ഈ കുതന്ത്രത്തിന് വഴങ്ങിയാണ് അഹ്സാബ് യുദ്ധം നടക്കുന്നത്. അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഖന്തഖ് യുദ്ധമാണ്. സഖ്യകക്ഷികൾ എങ്ങനെയാണ് സംഘടിച്ചത്, അതിനവർക്ക് ചിന്ത എവിടെ നിന്ന് വന്നു, അതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് വന്നു, അത് ഖൈബറിൽ നിന്ന് വന്നു, ഇവർ കൊടുത്ത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതരെ ഖൈബറിലേക്ക് നാട് കടത്തിയിട്ട് പിന്നെ ഖൈബറിൽ ചെന്നിട്ട് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. സഫിയയെ റസൂലുള്ള കല്യാണം കഴിച്ച്, അപ്പോൾ സഫിയ ഈ നബിയെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഹുയൈ വധിക്കപ്പെട്ടിരുന്നു ഖൈബർ യുദ്ധത്തിൽ. സഫിയയുടെ ഭർത്താവ് കിനാന വധിക്കപ്പെട്ടിരുന്നു ഖൈബർ യുദ്ധത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയയോട് പറയുന്നുണ്ട്, സഫിയ, നിൻ്റെ ഉപ്പയും ആ ഗോത്രവും എന്നോട് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗതകാലങ്ങളെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സഫിയക്കും അറിയാം വിഷയങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉസുർ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് നിൻ്റെ വാപ്പ വധിക്കപ്പെട്ടത്, നിൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഉസുറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നിരത്തി കൊടുത്തു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഏതായാലും ഹുയൈ ഇബ്നു അഖ്തബാണ് സഫിയ റളിയല്ലാഹു തആല അൻഹായുടെ ഉപ്പ. ബനൂ നദീർ എന്ന് പറയുന്ന ജൂതഗോത്രത്തിൻ്റെ തലവനായിരുന്നു ഈ ഹുയൈ. സഫിയ ബിന്ത് ഹുയൈൻ്റെ ഉമ്മ ബറ ബിന്ത് സമൂഅൽ എന്ന് പറയുന്ന മഹദിയാണ്. ബറ ബിന്ത് സമൂഅൽ. അവർ ബനൂ ഖുറൈള ജൂതഗോത്രത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ബറ ബിന്ത് സമൂഅൽ അൽ ഖുറദിയ എന്നാ പറയുക. ഇവർ ബനൂ നദീർ ജൂതഗോത്രമാണ്. ഇദ്ദേഹം ബനൂ നദീർ, ഇത് ബനൂ ഖുറൈള ജൂതഗോത്രം. രണ്ടും മദീനയിലുള്ള ഗോത്രങ്ങളാണ്. ബനൂ ഖൈനുഖ, ബനൂ നദീർ, ബനൂ ഖുറൈള, 3 ജൂതഗോത്രങ്ങളുണ്ടായിരുന്നു. അതിൽ ബനൂ ഖുറൈള ജൂതഗോത്രക്കാരിയാണ് ഇവരുടെ ഉമ്മ ബറ ബിന്ത് സമൂഅൽ, ബനൂ ഖുറൈള. ഈ ബറ ബിന്ത് സമൂഅൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനുണ്ട്, റിഫാ ബിന്ത് സമൂഅൽ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അതായത് സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ആരാ വരിക അപ്പോൾ? റിഫാ, അമ്മാവൻ. റിഫാ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പ്രസിദ്ധമാണത്. റിഫാ ഇബ്നു സാമുവേൽ അൽ ഖുറദി, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖുറദി പറഞ്ഞാൽ ബനൂ ഖുറൈള ഗോത്രക്കാരൻ അർത്ഥത്തിൽ. ഈ റിഫാ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത് സഫിയ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഉമ്മയുടെ ചരിത്രമായി ബന്ധപ്പെട്ട് റിഫായെ വായിക്കുമ്പോൾ ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു സംഭവം, ഈ റിഫാ കല്യാണം കഴിച്ചിരുന്നത് തമീമ ബിന്ത് വഹബ് അൻ നദീരിയ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയായിരുന്നു. തമീമ ബിന്ത് വഹബ്, അവർ ബനൂ നദീർ ജൂതഗോത്രക്കാരിയാണ്. തമീമ ബിന്ത് വഹബ്. ഈ തമീമയെ റിഫാ 3 തലാക്ക് ചൊല്ലി.
ആ 3 തലാഖിൻ്റെ ചർച്ചയിലാണ് ഇവരെ വരിക. തല്ലഖനി ആഖിറ സലാസ തത്ലീഖാത്ത് എന്നാണ്. ആഖിറ സലാസി തത്ലീഖാത്ത്. തമീമ പറയാണ് റിഫാ എന്നെ തലാഖ് ചൊല്ലി ആഖിറ സലാസി തത്ലീഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 3 തലാഖുകളിൽ അവസാനത്തേത് ചൊല്ലി എന്നാണ്. 3 തലാഖുകളിൽ അവസാനത്തേന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ 3 ചൊല്ലി എന്നല്ല. ഇനി അൻതി താലിഖ് അല്ല. പിന്നെയോ 3 തലാഖുകളിൽ അവസാനത്തേത് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തലാഖ് ചൊല്ലി മടക്കി, പിന്നെ തലാഖ് ചൊല്ലി മടക്കി, പിന്നെ തലാഖ് ചൊല്ലി. അതാണ് 3 തലാഖിൽ അവസാനത്തെ തലാഖും എന്നെ ചൊല്ലി എന്നാണ് തമീമ പറയുന്നത്. എന്നിട്ട് ആ തമീമയെ ആര് കല്യാണം കഴിച്ച്? അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ കല്യാണം കഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ബനു നദീർ ജൂതഗോത്രനാണ്. നദീർ ജൂതഗോത്രത്തിലെ മെമ്പറാണ്, അല്ലാതെ പ്രസിദ്ധ സഹാബി സുബൈർ അവ്വാമിൻ്റെ അല്ല. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ അൻ നദീർ കല്യാണം കഴിച്ചു. ഇവരെ കല്യാണം കഴിച്ച് വിവാഹ ഉടമ്പടി നടന്ന് വീട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു ലൈംഗിക പ്രാപ്യം നടന്നിട്ടില്ല. തമീമ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ്, റസൂലെ, പിന്നെ റിഫായോടത്തുള്ള ജീവിതം സാധ്യമല്ല അല്ലേ? അവരവരുടെ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രഭാഗം ഇങ്ങനെ അതിങ്ങനെ കുടഞ്ഞു കാണിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ഉദ്ദേശം, അവരുടെ സംസാരത്തിൻ്റെ ഉദ്ദേശവും ഈ കാണിച്ചതിൻ്റെ ഉദ്ദേശവും ലൈംഗികമായി പ്രാപിക്കാൻ യോഗ്യമായൊരു വ്യക്തിയല്ല ആര്? ഈ അബ്ദുറഹ്മാൻ. അതായത് ലൈംഗിക ചേഷ്ടയ്ക്ക് ശേഷിയില്ലാത്ത ആളാണ് ആര്? പിന്നെ അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ അദ്ദേഹത്തിൻ്റെ പിന്നെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഡ്രസ്സ് ഇങ്ങനെ കുടഞ്ഞു കാണിക്കുകയാണ്. പിന്നെ ചരിത്രത്തിൽ കുറേ അതിനോടനുബന്ധിച്ച് കുറേ വിഷയങ്ങൾ കാണാൻ സാധിക്കും. ഇവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനത്തെ സംസാരം നടത്തുമ്പോഴൊക്കെ അതിൽ മറ്റുള്ളവർ ആ പെണ്ണിനെ നടക്കി നിൽക്കാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം കാണാൻ സാധിക്കും. ഏതായാലും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ ഇദ്ദേഹം ഇവരിത് പറയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അബ്ദുറഹ്മാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അബ്ദുറഹ്മാനോട് ഒത്ത് ജീവിക്കില്ല എന്നുള്ളതാണ് അവരുടെ കാര്യം. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ പറയുന്നുണ്ട്, റസൂലെ, ഇവർ പറയുന്നത് ശരിയല്ല, അവർക്ക് റിഫായുടെ അടുക്കലേക്ക് മടങ്ങണം. അതിനവരെന്ത് ചെയ്യാണ്? ഒരു ന്യായം നേരത്താണ് ചെയ്യുന്നത്. ഈ അബ്ദുറഹ്മാൻ സുബൈർ അയാളുടെ 2 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഭാര്യയിലുണ്ടായ 2 കുട്ടികൾ. ഈ കുട്ടികളെ കാണിച്ചിട്ട് പറയുന്നത്, ഇവൾ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ ഈ കുട്ടികൾ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളെ നോക്കിയിട്ട് പിന്നെ അബ്ദുറഹ്മാനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഖുറാബും തമ്മിലുള്ള ബന്ധം അതാണ് ഈ കുട്ടികളും വാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മുഖച്ചാഴ്ചയിൽ അബ്ദുറഹ്മാൻ്റെ കുട്ടികൾ തന്നെയാണ് ഇവർ ഈ 2 കുട്ടികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ നിങ്ങൾ പറയുന്നൊരു ശാരീരിക കുഴപ്പമില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരോട് പറയുന്നുണ്ട്, ഈ തമീമയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വിഷയം? ഇവൾക്ക് റിഫായിലേക്ക് മടങ്ങണം. അതിനെന്ത് വേണം? വലാ തഹില്ല ലഹു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, വേറൊരു ഭർത്താവ് അവരുടെ പിന്നെ വാങ്ങി കഴിച്ചിട്ട് തലാക്ക് ചെല്ലണം. അപ്പോൾ അതിനൊരു പിന്നെ മറയായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? അവിടെ നിന്ന് തടി സലാമത്താക്കിയിട്ട് ഇങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയേണ്ടില്ല, പിന്നെ അബ്ദുറഹ്മാൻ്റെ ഉസൈലത്ത്, നീയും നിൻ്റെ ഉസൈലത്ത് അബ്ദുറഹ്മാനും നുകരുക തന്നെ വേണം. അതായത് ഒരു ലൈംഗിക ബന്ധം അത് ഉണ്ടാവുക തന്നെ വേണം. അല്ലാതെ പിന്നെ എന്നിട്ട് അയാളുടെ ഇഷ്ടപ്രകാരം തലാക്കല്ലാണ്, അല്ലാതെ റിഫായിലേക്ക് നിനക്കൊരു മടക്കല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തമീമയെ റസൂലുള്ള മടക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും അവിടെ അതാണ് റിഫാ അൽ ഖുറദി. ഈ റിഫാ അൽ ഖുറദി സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹയുടെ ആരാണ്? അമ്മാവനാണ്, മാതൃ സഹോദരനാണ്. ഈ ബർറ ബിൻത് സമൂവേലിൻ്റെ ആങ്ങളെയാണ് എന്നർത്ഥം. അതാണ് റിഫാ ഇബ്നു സമൂവേൽ അൽ പിന്നെ ഖുറദി റളിയല്ലാഹു അൻഹു. സഫിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 പേർ യഹൂദന്മാർ അവരെ കല്യാണം കഴിച്ചിരുന്നു. അതിലൊന്ന് സലാം ഇബ്നു മുഷ്കമാണ്. സലാം ഇബ്നു മുഷ്കം അബിൽ ഹുഖൈഖ് അൽ ഖുറദി, ബനു ഖുറൈള ജൂതഗോത്രത്തിലെ മെമ്പറായ സലാം അബിൽ ഹുഖൈഖ് എന്ന് പറയുന്ന വ്യക്തി അവരെ കല്യാണം കഴിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം അവരെ ഒഴിവാക്കിയതിന് ശേഷം, അതൊക്കെ അവർ യഹൂദിയത്താണ്, അവരെ കല്യാണം കഴിച്ചത് കിനാന ഇബ്നു റബീ അൻ-നദ്രിയാണ്. കിനാന ഇബ്നു റബീ, അതും അബുൽ ഹുഖൈഖാണ്. റബീ അൻ-നദ്രി, ബനു നദീർ ഗോത്രക്കാരനായ കിനാന കല്യാണം കഴിച്ചു.
ഈ കിനാനയോടൊത്ത് സഫിയ റളിയല്ലാഹു തആല ജീവിക്കുന്ന സമയത്താണ് ഖൈബർ യുദ്ധം. ആ ഖൈബർ യുദ്ധത്തിലാണ് കിനാന കൊല്ലപ്പെടുന്നത്. അതിൽ പിന്നെ വിധവയായി ആര്? സഫിയ. പിന്നെയാണ് തിരുജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നത്. സഫിയയുടെ പേര് യഥാർത്ഥത്തിൽ സഫിയ എന്നല്ല. സഫിയയുടെ പേരെന്താണ്? യഥാർത്ഥ പേര് സഫിയ എന്നുള്ള പേര് അവർക്ക് വന്നത് അവർ ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതാണ്. അപ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു നിയമമുണ്ട്. യുദ്ധത്തിൽ ചീഫ് ഇൻ കമാൻഡർ അയാൾക്ക് യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്നൊരു വിഹിതം ഉണ്ടാകും. അതിന് സഫി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബറിലെ യുദ്ധാർജിത സ്വത്തിൽ പ്രത്യേകം നൽകപ്പെട്ടതായിരുന്നു സഫിയയെ. അതുകൊണ്ടാണ് അവർക്ക് സഫിയ, തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ ആ പേര് വന്നത്. അവരുടെ യഥാർത്ഥ പേര് സൈനബ് എന്നാണ്. സൈനബ്, സഫിയ എന്നല്ല, സൈനബ് ബിൻത് ഹുയയ്യ എന്നാണ്. പക്ഷേ പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്വത്തായതിനാൽ അവർക്ക് സഫിയ എന്ന് പേര് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ സഫിയയാവുന്നത്. കണ്ടോ, അതാണ് സഫിയത്തു മിനസ് സഫി എന്നാണ് പറയുന്നത്. സഫിയിൽപ്പെട്ടതായിരുന്നു സഫിയ. സഫി എന്ന് പറഞ്ഞാൽ അതാണ് യുദ്ധാർജിത സ്വത്തുക്കളിൽ ചീഫ് ഇൻ കമാൻഡർക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗം. അതിനാണ് സഫി എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവർ വരുന്നതിന് മുമ്പ് അവർ 2 പേർ വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ യഹൂദിയത്തായിരിക്കെ. ചരിത്രപ്രസിദ്ധമായ ഖൈബർ യുദ്ധം നമുക്കറിയാം. ഖൈബറിൽ കോട്ടകളാണ്. കോട്ടകൾ ഓരോന്നായിട്ടായിരുന്നു കീഴ്പ്പെടുത്തപ്പെട്ടത്. സഫിയയുടെ ഭർത്താവ് കിനാനയും വാപ്പ ഹുയയ്യും ഒക്കെ വധിക്കപ്പെട്ടതിൽ പിന്നെ ഖൈബർ മുസ്ലിമീങ്ങൾ കീഴ്പ്പെട്ടതിൽ പിന്നെ അവിടെ സ്വത്തുക്കൾ വീതം വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഫിയ ഹാജരായി. അതാണ് ഈ സഫിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, ഇഖ്താരി, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫൈൻ ഇഖ്തർത്തിൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാം തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അംസക്തുക്കി ലിനഫ്സി, ഞാൻ നിങ്ങളെ എനിക്കായി സ്വീകരിക്കാം. വൈൻ ഇഖ്തർത്തിൽ യഹൂദിയ, അതല്ല നിങ്ങൾക്ക് യഹൂദിയത്താണ് വേണ്ടതെങ്കിൽ, ജൂതമതമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ, ഫഅസ അൻ അഅതഖി, ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. ഫതൽ ഹഖി ബി ഖൗമിക്കി, നിങ്ങൾക്ക് യഹൂദരോട് ചെന്ന് ചേരാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നബിയുടെ സഫിയിൽ, അതായത് പ്രത്യേക വിഹിതത്തിൽ വന്നുപെട്ടപ്പോൾ അവർ നബിയെ മുഖം കാണിച്ചപ്പോൾ നബി അവരോട് പറഞ്ഞാണ്, ഇഖ്താരി, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമാണോ, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ട് എൻ്റെ കൂടെ ജീവിക്കാം. അതല്ല, നിങ്ങൾക്ക് യഹൂദിയത്താണ്, ജൂതമതാണ് വേണ്ടത് എങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഖൗമിനോട് ചേരാം എന്ന് പറഞ്ഞു. അപ്പോൾ നബിയോട് പറയുന്നുണ്ട്, റസൂലെ, നിങ്ങളെന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം എൻ്റെ മനസ്സിൽ ഇടം കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅല ഇത്ഖഹ സദഖഹ, അവർക്കുള്ള മഹർ, അവർക്കുള്ള മോചനമാക്കി. അവരെ മോചിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മോചനദ്രവ്യം അതായി അവരുടെ മഹർ, അവരെ മോചിപ്പിക്കലാക്കി അവർക്കുള്ള മഹർ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചു. ഉമ്മു സുലൈം ബിൻത് മൽഹാൻ റളിയല്ലാഹു തആലയാണ് അവരുടെ ഇദ്ദക്കിപ്പുറം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അവരുടെ മുടി ചീകി അവരെ അണിയിച്ചൊരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ സഹബ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, പ്രസിദ്ധമായ സദ്ദു സഹബ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ടെൻ്റ് ഒരുക്കപ്പെട്ടു, ഒരു കുബ്ബ. ആ കുബ്ബ അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണിയറ. അവിടേക്ക് ഈ സഫിയ റളിയല്ലാഹു തആലയെ അണിച്ചൊരുക്കി അറയിൽ കൂട്ടുന്നത് ഉമ്മു സുലൈം റളിയല്ലാഹു തആലയാണ്. അങ്ങനെ ഉമ്മു സുലൈം അവരെ ഒരുക്കി അറയിൽ കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി 3 ദിവസം
എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. വാതാമന്നാസ് സലാസത്തയ്യ 3 ദിവസം ഭക്ഷണം കൊടുത്തു എന്നാണ് ജനങ്ങൾക്ക്. കാരണം 3 ദിവസമാണ് അവിടെ സഫിയയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹബയിൽ പാർത്തത്. ഒരു തോൽ വിരി ഉമ്മുസലയും കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കാരക്കയും അതേപോലെ തന്നെ നെയ്യും പാൽക്കട്ടിയൊക്കെ എന്ത് ചെയ്തു, അവിടെ അതിൽ ആ തോൽ പാത്രത്തിൽ പിന്നെ ശേഖരിച്ചു. ഓരോരുത്തരും ഉമ്മുസലയും തന്നെ കൊണ്ടുവന്നു എന്നാണ്. കുറച്ച് പാൽക്കട്ടിയും അതേപോലെ തന്നെ നെയ്യും കാരക്കയും മറ്റു ചില സഹാബികളും കൊണ്ടുവന്നു. അങ്ങനെ അതുകൊണ്ട് ഹൈസ് ഉണ്ടാക്കി. ഹൈസ് എന്ന് പറഞ്ഞാൽ കാരക്കയും പാൽക്കട്ടിയും നെയ്യും ഒഴിച്ചുണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ്. മാംസം അവിടെ വിളമ്പിയിട്ടില്ല. 3 ദിവസം ഭക്ഷണം കൊടുത്തെങ്കിലും 3 ദിവസവും ഈ ഭക്ഷണമാണ്, ഹൈസാണ് കൊടുത്തത്. ഹൈസ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. തമ്പ്ര്, അഖീത്ത്, സമൻ, നെയ്യ്, പാൽക്കട്ടി, കാരക്ക ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു തരം മധുര പലഹാരമാണ് ഹൈസ്. അതുണ്ടാക്കി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞതാണ്, കുലു മിൻ വലീമത്തി ഉമ്മിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ വിളിച്ചു ആ സൽക്കാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മയുടെ വലീമയാണ്, ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ 3 ദിവസം ഈ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ സഹബയിൽ ഊട്ടി എന്നുള്ളതാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയായി സ്വീകരിച്ചതിൽ പിന്നെ അവരെ പിന്നെ കൊണ്ടുവന്നത് ഖൈബറിൽ നിന്ന് സഹബയിലേക്ക് കൊണ്ടുവന്ന രംഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരു അബാ കൊണ്ട് മറച്ചു എന്നാണ് ആളുകളിൽ നിന്ന്. അങ്ങനെ അവർ ഒരു പിന്നെ ഷോർട്ടായ സ്ത്രീയായിരുന്നു, ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒട്ടകപ്പുറത്തൊക്കെ കയറുക എന്നുള്ളത് അവർക്ക് ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അബാ എന്ന് പറഞ്ഞാൽ മൂടുപടം, അതുകൊണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ മറച്ച് ആളുകൾ കാണാതിരിക്കാൻ. പിന്നെ റസൂൽ എന്ത് ചെയ്ത് ഒട്ടകത്തിൻ്റെ സൈഡിൽ ഇരുന്ന് എന്നിട്ട് റസൂലുള്ളാഹി തന്നെ മുട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മുട്ട് വെച്ച്, അങ്ങനെ സഫിയ റസൂലുള്ളാഹിൻ്റെ മുട്ടിൽ തൻ്റെ കാല് വെച്ച് അങ്ങനെയാണ് ഒട്ടകപ്പുറത്ത് കയറിയത് എന്നാണ്. അപ്പോൾ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മറച്ച് വെച്ച് അവിടെ ഇരുന്ന് കാൽമുട്ട് വെച്ചിട്ട് ആ കാൽമുട്ടിൽ മേൽ കയറിയിട്ടാണ് സഫിയ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നത് എന്നാണ്. മനസ്സിലായവർ? അത് എപ്പോൾ ഖൈബറിൽ നിന്ന് നബി അവരെ സഹബയിലേക്ക് കൊണ്ടുവന്ന ആ സന്ദർഭം. നബി അവരുമായി വീടുകൂടി. സഹബയിൽ നബി അവരുമായി വീട് കൂടിയപ്പോൾ സഫിയയുടെ 2 കണ്ണുകളും അടി കൊണ്ട പാട്, 2 കണ്ണിലും ഒരു അടി കൊണ്ട പാട്, അടിയേറ്റ പാട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിൽ ഖുദറ, എന്താണ് ഈ ഒരു കളർ എന്ന് ചോദിച്ചു. കണ്ണിൽ ഒരു പിന്നെ അടിയേറ്റ് ഒരു പച്ച പാഞ്ഞ കളറാണ്. അപ്പോൾ സഫിയ പറഞ്ഞു, റസൂലെ, ഞാൻ കിനാന ഇബ്നു അബിൽ ഹുഖൈഖ് അല്ലെങ്കിൽ കിനാന ഇബ്നു റബീഉമായി വൈവാഹിക ജീവിതത്തിലായിരിക്കെ ഞാനൊരു സ്വപ്നം കണ്ട് ഉറങ്ങുമ്പോൾ. ഈ കിനാനയെ ഒത്ത് ഞാൻ കഴിയവേ വാനനായ്മത്തും ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ റഅയ്തു, ഞാനൊരു സ്വപ്നം കണ്ടു. അതെന്താണ്? കഅന്ന ഖമറൻ വഖഅ ഫീ ഹിജ്രി, ചന്ദ്രൻ എൻ്റെ മടിയിൽ വന്ന് വീഴുന്നതാണ് സ്വപ്നം കണ്ടത്. ചന്ദ്രൻ എൻ്റെ മടിത്തട്ടിൽ വന്ന് വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഫഅഖ്ബർതുഹു ബിദാലിക്, കിനാന ഇബ്നു റബീഇനോട് ഞാൻ ആ സ്വപ്നം പറഞ്ഞ്, ഭർത്താവിനോട് സ്വപ്നം പറഞ്ഞ്. ഫലതമനി, അപ്പോൾ കിനാന എൻ്റെ കാരണത്ത് ഒരൊറ്റ അടിയാണ്. ലതമനി, മുഖത്ത് ഒരൊറ്റ അടിയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞത്, തമന്നൈന മലിക യസ്രിബ്, എന്താണ് തമന്നൈന മലിക യസ്രിബ്, യസ്രിബിൻ്റെ രാജാവിനെയാണോ നീ പൂതി വെച്ച് കഴിയണത് എന്നാണ്. യസ്രിബിൻ്റെ രാജാവാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്രിബ് മദീനൻ്റെ ആദ്യത്തെ പേര്, ജൂതന്മാർക്ക് ആ പേരാ പരിചയം. യസ്രിബിൻ്റെ രാജാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂതി വെച്ച് കഴിയുകയാണോ നീ ഒറ്റ അടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ അടിയേറ്റ അടയാളമാണ് ഈ കണ്ണിൽ കാണുന്നത് എന്നാണ് ആര് പറഞ്ഞത്? പിന്നെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പേരിൽ പിന്നെ ഒരു സ്വപ്നം കണ്ടത് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞതിലാണ് ഇത്. അതുകൊണ്ടാണ് മുഖത്തടിക്കുന്ന, കരണത്തടിക്കുന്ന, രൂക്ഷമായ രീതിയിൽ വർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഫിയക്ക് മോചനം നൽകി. എവിടേക്ക്? ബൈത്തുൻ നുബുവ, നുബുവത്തിൻ്റെ വീട്ടിലേക്ക്. ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഫിയയെ ഈ രൂക്ഷ പെരുമാറ്റമുള്ള ഭവനത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ പെരുമാറ്റമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് അവിടെ ആ ഒരു വിഷയം നമ്മളോട് ഉണർത്തുന്നത്.
ഖൈബറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയയുമായി മടങ്ങുകയാണ്. മദീനയെ സംബന്ധിച്ചിടത്തോളം സഫിയയുടെ ആഗമനം ഒരു പുതിയ വാർത്തയാണ്. കാരണം സഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത് ഒരു വലിയ ന്യൂസായി പരന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? പിന്നെ അത് പ്രത്യേകിച്ച് ഹിജാസിൽ മക്കയിലും മദീനയിലും പരക്കാൻ കാരണം ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായിരുന്നു. അന്ന് മക്ക ഫതഹായിട്ടില്ല. മക്കയിൽ അന്ന് ഖുറൈശികൾ തന്നെയാണ്. ഇത് ഹിജ്റയുടെ 8ൻ്റെ തുടക്കത്തിലേക്ക് 7 ഹിജ്റയുടെ 7 ഖൈബർ. അപ്പോൾ പിന്നെ മക്കയിൽ വന്ന വാർത്ത ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഈ ഹജ്ജാജ് ബിൻ ആലാത്ത് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അയാൾക്ക് മക്കയിൽ നിന്ന് കുറേ ആളുകളിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ മക്കാർക്ക് അറിയില്ല ഹജ്ജാജ് ബിൻ ആലാത്ത് ഇസ്ലാം സ്വീകരിച്ചത്. അയാൾക്ക് മക്കയിൽ നിന്ന് കുറേ സ്വത്തുക്കൾ കിട്ടാണ്ട്. അതുകൊണ്ട് അദ്ദേഹം നബിയോട് പെർമിഷൻ വാങ്ങിയിരുന്നു, ഞാൻ മക്കത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇസ്ലാം പറയില്ല, പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ എന്തേ ഉള്ളൂ അത് കാര്യം പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഹജ്ജാജ് ബിൻ ആലാത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഖൈബറിൽ നടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീയില്ലാതെ ഈ വാർത്തയൊക്കെ അറിയാം. പക്ഷേ എന്ത് ചെയ്തില്ല? മക്കയിൽ അവർ സ്പ്രെഡാക്കിയ ഈ വാർത്ത അദ്ദേഹം തിരുത്തിയില്ല അല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ മക്കത്തുണ്ട്. അബ്ബാസ് ഒന്നും ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോൽക്കുക എന്നുള്ളത് അവർക്ക് അസഹ്യമായ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വാർത്തയിൽ അവർ സന്തുഷ്ടരാണ്, മക്കക്കാർ സന്തുഷ്ടരാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ദുഃഖിതനാണ്. പക്ഷേ തൻ്റെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം ഹജ്ജാജ് പറയുന്നുണ്ട്, ഖൈബർ മുഹമ്മദ് വിജയിച്ചടക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല വിജയശ്രീലാളിതനായി മുഹമ്മദ് മടങ്ങിയപ്പോൾ മുഅർരിസൻ ബി ഇബ്നതി മലിക്കിഹിം മുഅർരിസൻ ബി സഫിയ്യത ഇബ്നതി മലിക്കിഹിം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് അവിടുത്തെ രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടൊരു മണവാളനായിട്ടാണ് മുഹമ്മദ് മടങ്ങുന്നത്, ജയിച്ചു എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് ഈ വാർത്ത പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യുന്നത്? പിന്നെ റസൂലുള്ളാഹിൻ്റെ വിജയവും സഫിയയെ കല്യാണം കഴിച്ചു. സഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നേതാവിൻ്റെ മകളല്ലേ. അപ്പോൾ ആ ഒരു വാർത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് സഫിയയുമായിട്ട് വരികയാണ് മദീനയിലേക്ക്. ഒട്ടകം മദീനയോടടുത്തപ്പോൾ എന്ത് ചെയ്ത്? ഒട്ടകം അത് നിലത്ത് വീണ്. റസൂലുള്ളാഹിൻ്റെ പിന്നെ ഖസ്വ ഒട്ടകം അത് വീണപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണു, സഫിയയും വീണ് കിടക്കുകയാണ്. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇത് ആദ്യം കണ്ട് ഒട്ടകം വീണു, ഒട്ടകപ്പുറത്ത് നബി വീണു, സഫിയയും വീണു. അപ്പോൾ അബൂ തൽഹ ഓടി ചെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഹൽ അസാബക മിൻ ഷൈഇൻ ഫിദാക യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂല പറയണില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, വലാക്കിൻ അലൈക ബിൽ മർഅ ഇന്നഹ ഉമ്മുക്കും. അതാണ് റസൂല അബൂ തൽഹയോട് പറഞ്ഞു, അലൈക ബിൽ മർഅ, സഫിയയെ നോക്കാൻ പറയാണ്, ഇന്നഹ ഉമ്മുക്കും. കണ്ടോ, സഫിയ നിങ്ങളുടെ ഉമ്മയാണ്, അതുകൊണ്ട് അവരെ നോക്കാൻ പറയാണ്. അപ്പോൾ അബൂ തൽഹ എന്ത് ഇനി എടുക്കാൻ പോകേണ്ടത്? വീണ് കിടക്കുന്ന സഫിയൻ്റെ അടുക്കാൻ പോകേണ്ടത്. അപ്പോൾ അബൂ തൽഹ എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ വസ്ത്രം കൊണ്ട് തൻ്റെ മുഖം മറച്ചു എന്നാണ്. അതാണ് അബൂ തൽഹ അൽഖാ സൗബഹു അലാ വജ്ഹി, തൻ്റെ മുഖം മറച്ച്. കാരണം വീണ് കിടക്കുന്ന ഉമ്മാൻ്റെ അടുത്തേക്ക് കന്നി പോകേണ്ടത് സഫിയൻ്റെ അടുത്തേക്ക്. എന്നിട്ട് മുഖം മറച്ച് അബൂ തൽഹ ചെന്നിട്ട് ഫഅൽഖാ സൗബഹു അലൈഹ എന്നാണ്. അബൂ തൽഹ തൻ്റെ വസ്ത്രം എന്ത് ചെയ്ത്? തൻ്റെ കയ്യിലൊരു വസ്ത്രം കൊണ്ട് സഫിയ വീണ് കിടക്കുന്നിടത്ത് സഫിയയെ മറച്ചു എന്നാണ്, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബൂ തൽഹയും കണ്ടില്ല, ആരും കണ്ടില്ല സഫിയ വീണ് കിടക്കുന്നിടത്ത്. കാരണം ഈ വസ്ത്രം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? തൻ്റെ മുഖം മറച്ച് അദ്ദേഹം സഫിയയെ മറക്കുകയുണ്ടായി എന്നാണ്. ശരി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. ചില വിഷമതകൾ ഉണ്ടായിരുന്നു. സഫിയയെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവർ മദീന അണിയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇതര ഭാര്യമാർ പറയുന്നുണ്ട്, യഹൂദിയത്തിനെ കല്യാണം കഴിച്ച് ആ യഹൂദിയത്തെ റസൂലുള്ളാഹിനെ തള്ളിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ രോഷപ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സൗമ്യമായിട്ട് നേരിടുകയുണ്ടായത് ആ ഒരു അവരുടെ പെരുമാറ്റത്തെ എന്നുള്ളതാണ്. ഏതായാലും അതാണ് സഫിയ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച് മദീനയിലേക്ക് അവരെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ഏതാനും ചരിത്രങ്ങൾ. സഫിയ ഏറെ മഹത്വമുള്ള സ്ത്രീയായിരുന്നു. അവരുടെ ചരിത്രത്തിൽ നമ്മൾ പ്രധാനമായി വായിക്കുന്നൊരു സംഭവമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരിക്കും മസ്ജിദുൻ നബവിയിൽ. അപ്പോൾ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ, ഭാര്യമാരൊക്കെ വരും, റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ എല്ലാ ഭാര്യമാർ വന്നാലും റസൂൽ എന്ത് ചെയ്യും, അവരോട് സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ അവിടുന്ന് തീർപ്പാക്കിയതിന് ശേഷം അവരെ പറഞ്ഞു വിടും. തിരുനബിയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഉപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്, മനസ്സിലായില്ലേ, സഹോദരിയുടെ മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ ഹഫ്സ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വാപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്. ഉമ്മു സലമയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉമ്മു സലമയുടെ മക്കളുണ്ട്. അതേപോലെ തന്നെ എല്ലാ തിരുനബിയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്, മദീനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിലായാലും വിഷയമല്ല, അവർക്ക് വരാനും പോകാനും കൊണ്ടുവന്നാക്കാനും കൊണ്ടുപോകാനൊക്കെ ആളുകളുണ്ട്, സഫിയ ഒഴിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ സഫിയ വന്നു. അവർ പാർത്തിയിരുന്നത് ഉസാമ ഇബ്നു സെയ്ദിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ സഫിയ പറയാണ്, റസൂലുള്ളാഹിനെ രാത്രി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അങ്ങനെ പിന്നെ സംസാരിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റു. എന്തിന്? ലിയഖ്ലിബനി എന്നാണ്, എന്നെ തിരിച്ചു കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട്. എന്നെ തിരിച്ചു കൊണ്ടുപോയാക്കാൻ വേണ്ടി റസൂലുള്ളാഹി എഴുന്നേറ്റ്. അപ്പോഴാണ് രണ്ട് പിന്നെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയോടൊത്ത് രാത്രി നിൽക്കുന്നത് കാണുന്നത്. അവളാണ് റസൂലുള്ളാഹി പറഞ്ഞത് ആലാരിസിലേക്കുമ. റസൂലുള്ളാഹി അങ്ങനെ സഫിയോടൊത്ത് നിൽക്കുന്നത് രാത്രി ഒരു കാണുന്നത്. റസൂലുള്ളാഹി ഇഅ്തികാഫിലും അല്ലേ. അപ്പോൾ റസൂലുള്ളാഹിയും ഈ സഫിയ റളിയല്ലാഹു അൻഹയും നിൽക്കുന്നത് കാണുമ്പോൾ ഇവർ വേഗം അവിടെ വിട്ടു പോവുകയാണ്, ഈ രണ്ടാളുകൾ. പിന്നെ അവിടെ നിന്നില്ല, അവർ വേഗം പോയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ആലാരിസിലേക്കുമ, ഓടാൻ വരട്ടെ, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹാദി സൗജത്തി സഫിയ ബിന്തു ഹുയൈ, ഇതെൻ്റെ ഭാര്യ സഫിയ ബിന്തു ഹുയൈ ആണ് എന്ന് റസൂലുള്ളാഹി അവരെ നിർത്തിയിട്ട്, അവർ ആ തിടുക്കത്തിൽ മടങ്ങുന്നുണ്ടപ്പോൾ അവർ നിർത്തിയിട്ട് എന്ത് ചെയ്ത് അവരോടത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അവർ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലി. പിന്നെ റസൂലെ ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെയോ ഇന്ന ഷൈത്താൻ യജ്രി മജ്റദ്ദം മിനൽ ഇൻസാൻ, മനുഷ്യൻ്റെ രക്തചംക്രമണം കണക്കെ ഷൈത്താൻ മനുഷ്യനിൽ സഞ്ചരിക്കും. അപ്പോൾ നിങ്ങളുടെ കൽബിൽ വല്ലതും വസ്വാസ് വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ദുർവിചാരം നടത്തും. ആ ദുർവിചാരം, അത് റസൂലുള്ളാഹിനെ കുറിച്ച് ദുർവിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദീനിനെ തന്നെ പോക്കും. അപ്പോൾ അങ്ങനെ ഒരു അത്യാപത്ത് നിങ്ങൾക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ആ ഒരു പിന്നെ സംശയം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് ഒരു അറിയിപ്പ് തന്നതാണ് എന്ന് പറയുകയുണ്ടായി എന്നാണ് ഇവിടെ വിഷയം. ഈ ഒരു ചരിത്രം നടക്കുന്നത് സഫിയയുമായി ബന്ധപ്പെട്ടാണ്. അതൊന്ന്. രണ്ട്, പിന്നെ രാത്രി സന്ദർശിച്ചു, റസൂലുള്ളാഹിയോട് സഫിയ സംസാരിച്ചു. എന്നിട്ട് സഫിയ മടങ്ങിപ്പോകുമ്പോൾ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഖ്ലിബനി എന്നാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റു എന്നെ ഉസാമ ഇബ്നു സെയ്ദിൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോയാക്കാൻ എന്നാണ്. മറ്റു ഭാര്യമാർ വരുമ്പോഴൊന്നും റസൂൽ എന്ത് ചെയ്യില്ല, അങ്ങനെ എഴുന്നേറ്റ് കൊണ്ടുപോയാക്കില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അവരെ കൊണ്ടുപോയാക്കാനും കൊണ്ടുവരാനൊക്കെ ആളുകളുണ്ട്. പക്ഷേ ഈ മഹദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബന്ധുക്കളായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആണ് റസൂലുള്ളാഹി ഇങ്ങനെ അവരെ പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെ പിന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം സഫിയ അവർ കരയുന്നത് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു മാ യുബ്കിക്ക്, എന്തിനാണ് സഫിയ നിങ്ങൾ കരയുന്നത്? അപ്പോൾ സഫിയയോട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, പിന്നെ നിങ്ങൾ യഹൂദിയത്താണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ യഹൂദിയത്താണ് എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ ബന്ധുക്കളുടെ മക്കളാണ്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ റസൂലുള്ളാഹിൻ്റെ ബന്ധങ്ങളിലുള്ള മക്കളാണ്. നിങ്ങൾ ഞങ്ങളെപ്പോലെ ബന്ധങ്ങളിലുള്ള മകളല്ല, നിങ്ങളൊരു യഹൂദിയത്താണ് എന്ന അർത്ഥത്തിൽ സംസാരിച്ചു ആര്യ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. കുറേ ഭാര്യമാരുണ്ടാകുമ്പോൾ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്നതായ ഈ സഹകളത്രകളുടെ പ്രശ്നം, അപ്പോൾ അതിൽ ഹഫ്സ പറഞ്ഞു പോയതാണ്. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിച്ച് പറഞ്ഞത്, സഫിയ നിങ്ങൾക്ക് അവരോടും പ്രതികരിച്ചുകൂടായിരുന്നോ? എങ്ങനെ പ്രതികരിക്കണം? ഇന്നക്കി ലബ്നത്തു നബിയിൻ, നിങ്ങൾ ഒരു നബിയുടെ മകളാണ്. വ ഇന്ന അമ്മക്കി ലനബിയുൻ, നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരൻ നബിയാണ്. വ ഇന്നക്കി ലതഹ്ത നബിയിൻ, നിങ്ങളൊരു നബിയുടെ കീഴിൽ നബിയുടെ ഭാര്യയുമാണ്. ഫഫീമ തഫ്ഖറു അലൈക്കി, പിന്നെ എന്തിനാണ് ഹഫ്സ നിങ്ങളോട് ഫഖർ പറയുന്നത്?
ഞങ്ങൾ നബിയുടെ ബന്ധുക്കളാണ്, സ്വന്തക്കാരാണ് എന്ന് എന്തിനാ അവർ ഫഖർ പറയണം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹാറൂൻ എന്ന നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്, നിങ്ങളുടെ പിതൃ സഹോദരൻ മൂസ നബിയാണ്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുമാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഫഖർ. അതുകൊണ്ട് ഫഫീമ തഫ്ഖറു അലൈക്കി എന്ന് പറഞ്ഞ് പിന്നെ സഫിയയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖില്ലാഹ യാ സഫിയ, സഫിയ അള്ളാഹുവിനെ ഇത്തഖില്ലാഹ യാ ഹഫ്സ, ഹഫ്സ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അടുത്തത് ആയിഷയാണ് റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഹസ്ബുക മിൻ സഫിയ. ആയിഷ എന്നെ കൈകൊണ്ട് കാണിച്ചു എന്നാണ്. വക്കാലത്ത് ബിയദിഹ ഖസീറ. റസൂലെ സഫിയ ഖസീറത്താണെന്ന് ഇങ്ങനെ കാണിച്ചതാണ്. ഖസീറത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ടാണെന്ന് കാണിച്ച്. അവർ റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്, യാ ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജതുഹു എന്നാണ്. ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, ഈ ഖസീറ എന്നുള്ളൊരു പ്രയോഗമാണ് നിങ്ങൾ നടത്തിയത്. ആ ഒരു കലിമത്ത് ലൗ മുസിജത് ബിമാഇൽ ബഹർ, ഈ സമുദ്രജലം ആസകലം അതിൽ കലർത്താൻ പറ്റിയിരുന്നുവെങ്കിൽ ലമസജതുഹു, ആ സകല ജലത്തെയും ആ മുഴുവൻ വെള്ളത്തെയും അത് പിന്നെ കലർത്താൻ കളങ്കമാക്കാൻ അത് പര്യാപ്തമായി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സമുദ്രജലത്തെ മുഴുവൻ മാറ്റം വരുത്താൻ ഉതകുമാറുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ നടത്തിയത്. ആ ഖസീറത്ത് എന്നുള്ള നിങ്ങളുടെ ആ ഒരു പേര് ഒരു പ്രയോഗം എന്ന് പറയുകയുണ്ടായിരുന്നു. അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു തആല, അവരൊക്കെ സ്വർഗാർഹരായ മഹദികളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഇടം കാണാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത മഹദികളാണ്. അവർക്ക് അള്ളാഹുവിൽ ഉത്തമമായ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണികളായി പരിലസിക്കാൻ അള്ളാഹു ഈ ആദം സന്തതികളിൽ അവരെ തിരഞ്ഞെടുത്തത്. അത് ഹഫ്സയെയും ആയിഷയെയും എല്ലാവരെയും. പക്ഷേ എന്നാലും അവർ മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന ചില പിന്നെ പ്രത്യേകതകൾ അത് അവരിലും നിലനിൽക്കും എന്നുള്ളതാണ്. സൈനബ് ബിൻത് ജഹ്ഷ് ഈ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും ഉണ്ടായിട്ടുണ്ട് നബിയോടൊപ്പം. അതിൽ സഫിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഞാനിവിടെ എഴുതിയത്. സഫിയ റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്നതായ ഒട്ടകം കേടായി. സഫിയയാണ്. മറ്റു റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ പോലെയല്ല. മറ്റു ഭാര്യമാരായിരുന്നെങ്കിൽ അവരുടെയൊക്കെ ബന്ധുക്കളും സ്വന്തക്കാരുണ്ടാവും, അവരൊക്കെ കൂടെ വിടാൻ പറ്റും. ഇവർ മനസ്സിലായില്ലേ, ഇവരാകുമ്പോൾ അതിന് വയ്യ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനോട് പറഞ്ഞു, സൈനബ് നിങ്ങളടുത്ത് കുറേ ഒട്ടകങ്ങളുണ്ട്, അതിൽ നിന്നൊരു ഒട്ടകം സഫിയക്ക് നൽകാൻ പറഞ്ഞു. അപ്പോൾ സൈനബ്, നമുക്കറിയാം സൈനബിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ വലിയ അടുത്ത ബന്ധുവാണ്. അത്ര അടുത്ത ബന്ധുവായിട്ടുള്ള ആളുകൾ പിന്നെ റസൂലുള്ളാഹിൻ്റെ അമ്മായിയുടെ മകളാണ്. ഉമൈമ റളിയല്ലാഹു അൻഹ, അല്ല ഉമൈമ ബിൻത് അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് സൈനബ്. അപ്പോൾ സൈനബ് പറഞ്ഞ്, നിങ്ങളുടെ യഹൂദിയത്തിനാണ് ഞാൻ എൻ്റെ ഒട്ടകം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചെന്നാണ്. യഹൂദിയത്ത് എന്നുണ്ടെങ്കിൽ അവർ ജൂത ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നല്ല. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവർക്ക് ഞാൻ എൻ്റെ ഒട്ടകം കൊടുക്കുക എന്ന് റസൂലുള്ളാഹിനോട് സൈനബ് ചോദിച്ചു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സംസാരം കേട്ടിട്ട് 3 മാസം സൈനബിനോട് സംസാരിച്ചിട്ടില്ല എന്നാണ്. 3 മാസം. ദുൽഹജ്ജിലാണ് ഈ സംഭവം നടന്നത്. ദുൽഹജ്ജ്, മുഹറം, സഫർ ഇങ്ങനെ എന്ന് കാണാം. സംസാരിച്ചില്ല റസൂലുള്ളാഹി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിച്ചതും മുണ്ടിയതൊക്കെ ഉള്ള ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിഷയം. പിന്നെ റസൂലുള്ളാഹിക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നുള്ള മസാല പറയുമ്പോൾ സൈനബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി മിണ്ടാതായപ്പോൾ ഭയങ്കര വിഷമായി. അവസാനം അവരെന്ത് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച്. അങ്ങനെ അവരവരുടെ ഹുജറയിൽ നിന്ന് വിരിപ്പൊക്കെ മടക്കി വെച്ച് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സംസാരിക്കണില്ലല്ലോ. അപ്പോഴാണ് ഒരു നേലാട്ടം ഇങ്ങനെ വരുന്നത്, സൈനബിൻ്റെ ദൃഷ്ടിയിൽ വരുന്നത്. അപ്പോൾ ആ നേലിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അപ്പോൾ വേഗം മടക്കി വെച്ച വിരിപ്പൊക്കെ വിരിച്ചിട്ട് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതും പിന്നെ അവരോട് സംസാരിച്ചതുമായിട്ടുള്ള വിഷയം. ഏതായാലും പിന്നെ അവരുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ വായിക്കുന്നു. സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹ നബിയോടൊപ്പം അവർ ഹജ്ജ് ചെയ്തു. സഫിയ
സഫിയ നബിയോടൊപ്പം ഹജ്ജ് ചെയ്തപ്പോൾ അവർക്ക് ആർത്തവമുണ്ടായി. അതാണ് ഹാലത്ത് സഫിയ ബിൻതു ഹുയൈ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ആർത്തവമുണ്ടായി എന്ന് കേട്ടപ്പോൾ, മെൻസസായി എന്ന് കേട്ടപ്പോൾ പറയുന്നുണ്ട്, ഹൽ ഖഅഖറമ ഉറാഹ ഇല്ല ഹാബിസതക്കും. അതായത് ഇതൊക്കെ ഒരു പ്രയോഗമാണ്, പിന്നെ ഒരു ഇടങ്ങേറ് പിടിച്ചിട്ടുണ്ടാകുന്ന പ്രയോഗം. അതായത് ആർത്തവം ഹജ്ജിൻ്റെ സമയത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ? പിന്നെ ഇനി ആർത്തവം ശുദ്ധിയാണ് വരെ കാത്തു നിൽക്കണം. ആര് കാത്തു നിൽക്കണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കണം. പിന്നെ നബിയുടെ കൂടെ ഉള്ള ആളുകളൊക്കെ കാത്തു നിൽക്കണം അല്ലേ? ഹജ്ജ് ടീം മൊത്തം കാത്തു നിൽക്കണം. അപ്പോഴാണ് പിന്നെ അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ ഉറാഹ ഇല്ല ഹാബിസത്തുക്കും, നിങ്ങളെല്ലാവരെയും അവർ തടഞ്ഞു വെച്ചതായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഫിയയോട് ചോദിച്ചു, കുൻതി തുഫ്തി യൗമുൻ നഹറിൽ നിങ്ങൾ തവാഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ തവാഫ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ആശ്വാസമായി. കാരണം ദുൽഹജ്ജ് 10 ഏത് തവാഫാണ്? ഹജ്ജിൻ്റെ തവാഫാണ്, തവാഫുൽ ഇഫാദ ഒരു സ്ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആർത്തവായാലും പ്രശ്നമല്ല, മെൻസസ് ആയാലും പ്രശ്നമല്ല. കാരണം വിടവാങ്ങൽ തവാഫില്ല ആർക്ക്? ആർത്തവകാരികൾക്ക്. അപ്പോൾ റസൂൽ പറഞ്ഞു ഫംഫിരി, അതുകൊണ്ട് വിഷമിക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? പിരിഞ്ഞു അല്ല ഹജ്ജിൽ നിന്ന് പോകാൻ പറഞ്ഞു. കാരണം വിടവാങ്ങൽ തവാഫില്ല, ഹജ്ജിൻ്റെ തവാഫാണ് നിർബന്ധമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇവർ തവാഫ് ചെയ്ത് ഇവരെ അറിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് മാ ഉറാഹ ഇല്ല ഹാബിസത്തുക്കും, നമ്മളെല്ലാവരെയും തടഞ്ഞു വെക്കും അവർ എന്ന് പറഞ്ഞത്. പക്ഷേ അവർ തവാഫുൽ ഇഫാദ ചെയ്തിരുന്നു എന്നുള്ളതാണ്. സഫിയ ബിൻതു ഹുയൈ അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഒരു രക്തബന്ധത്തിലെ വ്യക്തി അവർക്ക് സ്വത്ത് വസിയ്യത്ത് ചെയ്തിട്ടിരുന്നു എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് ഈ റസൂലുള്ളാഹി അവരുടെ കുടുംബം യഹൂദരാണല്ലോ. അപ്പോൾ അതിൽ ഒരു യഹൂദിയായിട്ടുള്ള ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു. അയാൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ സഫിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന് മുമ്പ് ആ യഹൂദിക്ക് വസിയ്യത്ത് ചെയ്തിരുന്നു എന്നാണ്. വലിയൊരു സ്വത്ത് വിഹിതം വസിയ്യത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവരുടെ അനന്തര സ്വത്തിൻ്റെ 1/3 വസിയ്യത്ത് ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ ഫുഖഹാക്കൾ നൽകുന്ന ഒരു ഫത്വ അല്ലെങ്കിൽ മസല, ഒരു മുസ്ലിം മരിക്കുമ്പോൾ കാഫിറായ ബന്ധുണ്ടെങ്കിൽ ആ കാഫിറായ ബന്ധുവിന് എന്ത് ചെയ്യാം? സ്വത്ത് വസിയ്യത്ത് ചെയ്യാം. അപ്പം അനന്തരം എടുക്കില്ല മുസ്ലിമിനെ കാഫിർ. പക്ഷേ ഒരു കാഫിറിന് എന്ത് ചെയ്യാം? നമുക്ക് സ്വത്ത് വസിയ്യത്ത് ചെയ്യാവുന്നതാണ് എന്നാണ്. അതിനവർ തെളിവ് പിടിക്കുന്നത് സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവമാണ്. ഹിജ്റാബ്ദം 50 മുആവിയ റളിയല്ലാഹു തആല അൻഹയുടെ ഭരണകാലത്ത് സഫിയ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. വിശുദ്ധ മദീനയിൽ ബഖീ ഖബർസ്ഥാനിലാണ് അവർ മറമാടപ്പെട്ടത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അവർ മരിക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് 1000 ദീനാർ നൽകാൻ വസിയ്യത്ത് ചെയ്തിട്ടായിരുന്നു സഫിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് എന്നാണ്. അത് അറിയിക്കുന്നത് എന്താണ്? സഫിയയും ആയിഷയും അവരൊക്കെ എത്രമേൽ ഒരു അടുത്ത ബന്ധമുള്ളവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ നമ്മളിവിടെ ചില പ്രയോഗങ്ങൾ അവരുടെ ആ ജീവിതത്തിൽ അവരൊരു സഹകളത്രകളായി അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ അവർ പിന്നെ അടുത്തടുത്ത് താമസിക്കുന്നവരായി ചില അസ്വാരസ്യങ്ങൾ ആ നീണ്ട വർഷങ്ങളുടെ ജീവിത കാലയളവിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലുതായിരുന്നു അവർ തമ്മിലുള്ളതായ സ്നേഹബന്ധം എന്നുള്ളത് മനസ്സിലാക്കാനാണ്. പ്രത്യേകിച്ച് ആയിഷ, ഹഫ്സ, സഫിയ ഇവരൊക്കെ ഒരു ടീമായിരുന്നു എന്നുള്ളതാണ് തിരുജീവിതത്തിലെ ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ ഈ ഒരു ചരിത്രവും നമ്മൾ വായിക്കുന്നത്. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു തആല അൻഹ അവരുമായി ബന്ധപ്പെട്ടുള്ളതായ ചില പ്രധാന ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അനുസ്മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 11 പേരെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കിയത്. അത് ഖദീജ ബിൻത് ഖുവൈലിദ്, പിന്നെ സൗദ ബിൻത് സംഅ, ആയിഷ ബിൻത് അസ്സദ്ദീഖ്, ഹഫ്സ ബിൻത് ഉമർ, സൈനബ് ബിൻത് ഉമ്മു സലമ, ഹിന്ദ് ബിൻത് അബി ഉമയ്യ, പിന്നെ സൈനബ് ബിൻത് ഖുസൈമ, സൈനബ് ബിൻത് ജഹ്ഷ്, ജുവൈരിയ ബിൻതുൽ ഹാരിസ്, മൈമൂന ബിൻതുൽ ഹാരിസ്, ഉമ്മു ഹബീബ, റംല ബിൻത് അബി സുഫിയാൻ, പിന്നെ സഫിയ ബിൻത് ഹുയൈ അല്ലേ? ഇവരെ 11 പേരെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു മഹദിയാണ് മാരിയ ബിൻത് ഷംഊൻ അൽ ഖിബ്തിയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണികളിൽ മാരിയ ഉമ്മു ഇബ്രാഹിം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
അലക്സാണ്ട്രിയയിലെ അന്നത്തെ ഭരണാധികാരി മുഖൗഖിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം കൈപ്പറ്റിയപ്പോൾ ആ സന്ദേശം അദ്ദേഹം പൂർണ്ണമായി സ്വീകരിച്ചില്ലെങ്കിലും നബി ആദരിച്ചു. കിസ്ര രാജാവിനെ പോലെ അവഹേളിച്ചില്ല. ആ ആദരസൂചകമായി അദ്ദേഹം 2 സ്ത്രീകളെ, അടിമ സ്ത്രീകളെ കൊടുത്തയച്ചു. ഒന്ന് മാരിയ ബിന്ത് ഷംഊൻ അൽ ഖിബ്തിയ, മറ്റൊന്ന് സീരീൻ ബിന്ത് ഷംഊൻ അൽ ഖിബ്തിയ. സീരീൻ ഇവർ സഹോദരങ്ങളാണ്. പിന്നെ ദുൽദുൽ എന്ന് പറയുന്ന ഒരു ബഗലയും, ബഗല എന്ന് പറഞ്ഞാൽ വെളുത്ത ഒരു കോവർ കഴുത, വെളുത്ത ഒരു കോവർ കഴുത, അതിന് ദുൽദുൽ എന്ന് പറയും. റസൂലുള്ളാഹിൻ്റെ വാഹനങ്ങളിൽ ദുൽദുൽ എന്ന് പറഞ്ഞെങ്കിൽ ചിലർ കുതിര എന്നാണ് മനസ്സിലാക്കിയത്. ശരിക്കും അത് കോവർ കഴുതയാണ്. മുഖൗഖിസ് നൽകിയ സമ്മാനമാണ് ദുൽദുൽ. അതിൽ സീരീൻ ബിന്ത് ഷംഊനെ റസൂലുള്ളാഹി ഹസ്സാൻ ഇബ്നു സാബിത്തിന് നൽകി. ഹസ്സാൻ അവരെ വിവാഹം കഴിച്ചു. അതിലാണ് ഹസ്സാൻ ഇബ്നു സാബിത്തിന് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായത്. സീരീൻ ബിന്ത് ഷംഊനിലെ അവരും ഖിബ്തിയത്താണ്. മരിയ ബിന്ത് ഷംഊൻ അൽ ഖിബ്തിയയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹധർമ്മിണിയാക്കി. അതിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത്. മരിയ റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് മരണപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവർക്ക് ജനാസ നമസ്കരിക്കുന്നത്. മാരിയയും മറമാടപ്പെട്ടത് ബഖീ ഖബർസ്ഥാനിലാണ്. ഈ മാരിയ മരണപ്പെട്ടപ്പോൾ ഉമർ മദീനയിൽ കുറേ ആളുകളെ വിളിച്ചു കൂട്ടിയെന്നാണ്, അവരുടെ ജനാസ നിസ്കരിക്കാനും അത് സംസ്കരിക്കാൻ പങ്കെടുക്കാനും. വളരെ ആദര സൂചകമായിട്ട് തന്നെയാണ്, ആദരപൂർവമായിട്ടാണ് ഉമർ അവരെ പരലോകത്തേക്ക് യാത്രയാക്കിയത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന മാരിയ ബിന്ത് ഷംഊൻ അൽ ഖിബ്തിയ. ചില സ്ത്രീകളുമായി റസൂൽ വീട് കൂടിയിട്ടുണ്ട്. പക്ഷേ അവരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ഉടമ്പടി നടത്തിയിട്ട് വീട് കൂടിയിട്ടില്ല. അസ്മാ ബിന്തു നുഅ്മാൻ അൽ കൽബിയ, അതേപോലെ അംറ ബിന്തുൽ ജൂൻ അൽ കൽബിയ, ഇവരൊക്കെ അതിൽപ്പെട്ടതാണ്. അംറ ബിന്ദു ജൂൻ അൽ ജൂനിയ എന്ന് പറയും. ജോൺ എന്ന് പറയുന്നത് അതിൽ നിന്ന് വന്നതായിരിക്കാം. കാരണം ഈ കെൽബ് ഗോത്രക്കാർ അവരൊക്കെ ക്രിസ്ത്യ മതം സ്വീകരിച്ച് കഴിഞ്ഞിരുന്നവരാണ്. ഏതായാലും അവിടെ നിന്നുള്ളൊരു സ്ത്രീയാണ് അംറ. അൽ കിലാബിയ എന്ന് പറയും. പിന്നെ അസ്മാ ബിന്ദു നുഅ്മാൻ. ഈ അസ്മാ ബിന്ദു നുഅ്മാൻ്റെ ചരിത്രത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ ഈ സ്ത്രീ പറയുന്നത്, ഞാൻ മലിക്കത്താണ്, അഭ്യർത്ഥന നടത്തുന്ന ആൾ സൂക്കത്താണ്. രാജ്ഞിയെ ഒരു പ്രജ എങ്ങനെ വിവാഹം അന്വേഷിക്കുന്ന ചോദിക്കണത്. രാജ്ഞിയെ ഒരു പ്രജ എങ്ങനെ വിവാഹം അന്വേഷിക്കുന്ന ചോദിക്കണം. അവർ ഉദ്ദേശിക്കുന്ന പ്രജ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അങ്ങനെ പ്രതികരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടപ്പോൾ അഊദു ബില്ലാഹി മിൻക എന്ന് പറഞ്ഞു, അള്ളാഹുവിൽ ഞാൻ നിന്നിൽ ശരണം തേടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂൽ പറഞ്ഞു, ലഖദ് ഉസ്തി ബി അദീം, മഹാനായ അള്ളാഹുവിൻ്റെ കൊണ്ടാണ് നീ അഭയം തേട്ടില്ല, അതുകൊണ്ട് പോകാൻ പറയാണ് അവരോട്. അവരുടെ പിന്നെ കുടുംബത്തിലേക്ക് പോകാൻ പറയുന്നത്. റസൂൽ അവർക്ക് വലിയൊരു സ്വത്ത് ആയി നൽകി, വസ്ത്രങ്ങളൊക്കെ നൽകിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, തിരിച്ചയക്കണത്. അവർക്കറിയില്ലായിരുന്നു നബിയാണ് വിവാഹം അന്വേഷിക്കണത് എന്നുള്ളത്. അവർ ചെന്നിട്ട് ഇങ്ങനെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കാൻ ഒരാളെന്ന് പറയുമ്പോൾ അവർ പറയണം, ഞാൻ രാജ്ഞിയാണ്, രാജ്ഞിയായി എന്നെ ഒരു പ്രജ വിവാഹം അന്വേഷിക്കുകയാണെന്നാണ് അവർ ആ ഗർവിൽ ചോദിച്ചത്. പിന്നെയാണ് അറിയുന്നത് അള്ളാഹിൻ്റെ റസൂലാണെന്ന്. അപ്പോൾ അവരൊന്ന് പദം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കണ്ടപ്പോൾ അഊദു ബില്ലാഹി മിൻകെന്ന് ഒരു അഭയത്തായിട്ട് നടത്തിയപ്പോൾ റസൂൽ എന്ത് ചെയ്ത് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അത് പിന്നെ അവരുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ടത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായൊന്നും എന്ത് ചെയ്തില്ല, പിന്നെ ഒരു വിവാഹ ഉടമ്പടി പറഞ്ഞെങ്കിലും വീട് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച 11 മഹദിമാർ നമ്മളിവിടെ വിശദീകരിച്ച 11 പേരാണ്. ഭാര്യ ഭർത്തൃ ജീവിതം അത് എപ്പോഴും അതിനൊരു സന്തുലിതാവസ്ഥ നിലനിൽക്കില്ല, ഉറപ്പായിട്ടും. അതിലെന്തുണ്ടാകും, ചില ഏറ്റക്കുറച്ചിലുകൾ, നിമ്നോന്നതികൾ സ്വാഭാവികമാണ്. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെങ്ങനെ തരണം ചെയ്തു, അതെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഷെയ്ഖുൽ അസ്ഹർ അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരിക്കലും എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ ഭാര്യയും. പക്ഷെ പ്രശ്നങ്ങൾ ഒരിക്കലും പിന്നെ തീവ്രമാകാറില്ല, കലുഷിതാകാറില്ല. അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്,
അവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വികാരം അവിടെ ഉണരുമ്പോഴേക്ക് ഞാൻ വേഗം കഥ കടച്ചിട്ട് പുറത്തു പോകുന്നതാണ്. വീട്ടിൽ നിന്ന് ഞാനാണ് പുറത്തിറങ്ങിപ്പോവും. പിന്നെ അവിടെ ആറിയതിന് ശേഷം തിരിച്ചു വരാറുണ്ട്. അങ്ങനെയാണ് ഒരു പ്രശ്നമില്ലാതൊരു വീട് കൊണ്ടുപോയത് എന്നുള്ളത്. അപ്പോൾ 2 കൈ കൊട്ടുമ്പോഴാണ് ഒച്ച അല്ലേ, ഒരു കൈ മാത്രം വീശുമ്പോൾ ഒച്ച ഉണ്ടാവില്ല. അപ്പോൾ ഒരു കൈ ഇങ്ങനെ വരുമ്പോൾ അടുത്ത കൈ ഒച്ച ഉണ്ടാക്കാൻ അവിടെ നിന്ന് കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ കുറേ വിഷയങ്ങൾ തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ വിഷയങ്ങൾ ട്രീറ്റ് ചെയ്തതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാണ്, പ്രവാചക പത്നിമാർ 11 പേരെ ഇവിടെ നിലനിർത്തി ജീവിതം നയിച്ചതിൻ്റെ ഉദാഹരണങ്ങളിൽ നമ്മളിവിടെ മനസ്സിലാക്കിയത്. പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷേ ആ പ്രശ്നങ്ങൾ പിന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുക്കി, അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തു എന്നുള്ളത് നമ്മൾ ഇവിടെ വായിച്ചില്ലേ. വിശാല മനസ്കതയാണ് എപ്പോഴും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയത് അലം നശ്റഹ് ലക സദറക് അല്ലേ, ഇൻഷിറാഹു സദർ. അത് ഉണ്ടായാൽ കുറേ പ്രശ്നം തീരും. ഇടുങ്ങിയ മനസ്സാണ് എങ്കിൽ പിന്നെ ഒരിക്കലും പ്രശ്നങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ ഒതുക്കാനോ കഴിയാത്ത വിധം പിന്നെ വിഷയങ്ങളായിരിക്കും, കലാപങ്ങളായിരിക്കും, കലുഷിതമായിരിക്കും, ഗ്രഹാന്തരീക്ഷങ്ങൾ പിന്നെ പ്രശ്നമായിരിക്കും. അപ്പോൾ വിശാല മനസ്കതയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പല അനുഭവങ്ങളും അതേപോലെ തന്നെ പല രീതികളും പലരും പറയും. അതിൽ പിന്നെ പ്രബോധകന്മാർ പറയും, പണ്ഡിതന്മാർ പറയും, മനഃശാസ്ത്രജ്ഞന്മാർ പറയും, അതേപോലെ തന്നെ ഈ ഭിഷഗ്വരന്മാർ പറയും. ഈ അതിൻ്റെ ചികിത്സാ വിധികളുമായി ബന്ധപ്പെട്ടു. വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിൽ ഇവിടെ നടത്തിയത്. ഇത് നമുക്ക് അവരോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അവരെ നമ്മൾ പഠിക്കുക, അവരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അവരോടുള്ള നമ്മളുടെ ആദരവാണ്, അവർക്ക് നമ്മളിൽ നിന്നുള്ള അവകാശവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. എന്തെങ്കിലും ഒരു പ്രയോഗം അതല്ലാത്ത നിലക്ക് തോന്നുന്നുവെങ്കിൽ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പിന്നെ അത് തിരുത്തേണ്ടതുണ്ട്. തീർത്തും നമുക്ക് അവരോട് ആദരവാണ്, ബഹുമാനമാണുള്ളത്. കാരണം അവരൊക്കെ നമ്മളെ മുൻകടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരം തേടി സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് പറന്നുയർന്നവരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഉമ്മമാരുടെ സമക്ഷത്തിൽ, സാന്നിധ്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിടാണ്. അവരോടുള്ള മഹബത്തിനാലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ വേദികളിൽ ഒരുമിച്ച് കൂടി അവരെക്കുറിച്ച് ഇങ്ങനെ വിശാലമായിട്ട് കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ ശ്രമിച്ചത്. അത് നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലാഹു അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു നമ്മുടെ നിയ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകി അവരെ ആദരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പ്രവാചകൻ്റെ ചാരത്ത് ഇടം കാണാൻ അവർക്ക് അവസരം നൽകി. ആഖിറത്തിലും അല്ലാഹു അവർക്ക് ആ ഇടം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അല്ലാഹു അവരെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.